അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. സർവശ്രേഷ്ഠനായ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ ദൈവമക്കൾക്കും ആദരവോടെ അറിയിക്കുന്നു. പിന്നെയും ഒരു നാൾ കൂടെ, ഒരാഴ്ചയുടെ അവസാന ദിവസവും കൂടെ, ഈ ജൂൺ മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ച കൂടെ നമുക്ക് കർത്താവ് ദാനമായിട്ട് നൽകി. ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നാളെ അനുഗ്രഹീതമായ സഭാ കൂടിവരവുകൾ ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. എബ്രായർക്ക് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ പഠനം തുടരാം. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയും. സ്തോത്രം. നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. മുഖവുരയിൽ മറിയയുടെ മകനായ ഈസൂസിനെ, യേശുവിനെ, യഹോശുവ എബ്രായ ഭാഷയിൽ, വരുവാനുള്ള മശിഹയായി അംഗീകരിച്ച യഹൂദ ക്രിസ്ത്യാനികൾ. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം യേശുക്രിസ്തുവിൽ നിന്നും വ്യതിചലിക്കുവാൻ തുടങ്ങി. അത് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൻ്റെയും യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു എന്ന് അവരെ വിശ്വസിച്ചു വന്ന വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുടെയും പര്യാപ്തതയിലുള്ള അവിശ്വാസമായിരുന്നു. മനസ്സിലായോ? The Jewish Christians now backsliding. The key reason was their insufficient belief, otherwise their unbelief, on the sufficiency of Christ's finished work of redemption on the cross and the efficiency of the person of Jesus. യേശുവിൻ്റെ ആളത്വം അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിയുടെ കാര്യക്ഷമതയും യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തു തീർത്തു എന്ന് പറയുന്ന വീണ്ടെടുപ്പിൻ പ്രവൃത്തിയുടെ പര്യാപ്തതയും വേണ്ടവണ്ണം ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയാതെ വന്നപ്പോഴാണ് അവർ വിട്ടുപോന്ന ന്യായപ്രമാണ ആചാരങ്ങളിലേക്ക് തിരിഞ്ഞുപോയത്. അങ്ങനെ പിന്മാറിപ്പോകുന്നത് ദൈവനിഷേധമാണെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. കണ്ടോ?
അവിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുകയാണ്. അങ്ങനെ വേറെയുമുണ്ട്, അവിടേക്ക് നമ്മൾ പിന്നീട് വരുമല്ലോ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുകയാണ് പിന്മാറ്റം, അവിശ്വാസം. അതാണ് പിന്മാറ്റം. അതുപോലെ നാശത്തിലേക്കാണ് പിന്മാറ്റമെന്ന് 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലും നാം കാണുന്നുണ്ട്. ഈ അവിശ്വാസത്തിനും പിന്മാറ്റത്തിനുമുള്ള ചികിത്സയാണ് ഈ അധ്യായം, ഈ പുസ്തകം. The very book of Hebrews is a remedy for the backsliding. Whether it is Jews or Gentiles, Jewish Christians or Gentile Christians, this is a remedy for the backsliders and backsliding. യഹൂദ ക്രിസ്ത്യാനികളാകട്ടെ ജാതീയ ക്രിസ്ത്യാനികളാകട്ടെ പിന്മാറിപ്പോകുന്നവരുടെ മടങ്ങിവരവിനുള്ള ചികിത്സയാണ് ഈ പുസ്തകം. സ്തോത്രം. അതില് ഞാൻ ഇന്ന് വായിച്ച ഒരു സെന്റൻസ് ഇർവിങ് ജെൻസൺ എന്ന് പറയുന്ന ആള് പറഞ്ഞ കാര്യമാണ്. The antidote for backsliding is a growing personal knowledge of the Lord Jesus Christ. Praise God. The antidote for backsliding is a growing personal knowledge of Jesus Christ. പിന്മാറ്റത്തിനുള്ള മറുമരുന്നെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് നാം അറിയുന്തോറും പിന്മാറുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്മാറിയവരും മടങ്ങി വരാം. അതിൽ അത്യാവശ്യം വേണ്ടത് ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യമാണ്. യേശു ആര്? യേശു നമുക്കായിട്ട് എന്തു ചെയ്തു? ഈ രണ്ട് കാര്യങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നലെയും നമ്മൾ അതേപ്പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. യേശുവിൻ്റെ ആളത്വത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ നിവർത്തിക്കപ്പെട്ട രക്ഷാപ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ വളരെ വ്യക്തതയോടെ അറിയണം. അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ള, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതുമായ ഒരു വാക്യം ഇതിനോട് ചേർത്തൊന്ന് വായിക്കാമല്ലോ. കൊലോസ്യർ 1:28. കൊലോഷ്യൻസ് 1:28. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യരോടും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. യഹൂദനെയും യവനനെയും
ബർബരനെയും, ബാർബേറിയൻസ്, വളരെ കിരാതരായ മനുഷ്യർ, മനുഷ്യവർഗമാണെന്നേ ഉള്ളൂ, മനുഷ്യത്വമോ ബുദ്ധിശക്തിയോ ഒന്നുമില്ലാത്ത മനുഷ്യർ. അതും പൗലോസ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും കടക്കാരനാകും. അപ്പോൾ യാതൊരു സാധ്യതയും ഇല്ലാത്ത മൃഗപ്രായരായ മനുഷ്യർ ഉൾപ്പെടെയുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നതാണ് പൗലോസ് എന്ന സുവിശേഷകന്റെ, പാസ്റ്ററുടെ, ഉപദേശകന്റെ, അപ്പോസ്തോലന്റെ ഉദ്ദേശം. പക്ഷേ അതിന് പൗലോസ് സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് പൗലോസ് സ്വീകരിച്ച മാർഗം എന്താ? അവിടുത്തെ പ്രശ്നങ്ങൾ അല്ല, നീ നാളെ എനിക്ക് ഇല്ല പറഞ്ഞു. ഇല്ല ഇല്ല, ഇതേ ഉള്ളൂ, വേറെ ആ മാർഗമൊന്നുമില്ല. നാളെ അങ്ങനെ ചെയ്തപ്പോ വന്നല്ലോ. എന്ത് മാർഗമാ സ്വീകരിച്ചത്? അവരിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. ഇല്ല ഇല്ല, ആ വാക്യത്തിനകത്തിലുണ്ട്. പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ആഹാ, അത് രണ്ടാം തരമാ, അത് സെക്കൻഡറിയാ. പ്രൈമറി ആയിട്ട് ചെയ്തത്, പ്രാഥമികമായിട്ട് പൗലോസ് എന്താ ചെയ്തേ? warning every നാ, ദാറ്റ് വാസ് സെക്കൻഡറി. ഒന്നും കൂടെ വായിച്ചോ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ മതി ഏതു മനുഷ്യ മതി മതി, അവിടെയാ. അവനെ കുറിച്ച് അറിയിച്ചു. അവനെ ഞങ്ങൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രബോധനം, എക്സോട്ടേഷനും വാണിങ്ങും അഡ്മോണീഷനും എല്ലാം ഏത് വിഷയത്തിലാ വേണ്ടത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിലാണ് വേണ്ടത്. അപ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് പൗലോസ് സ്വീകരിച്ച, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സ്വീകരിച്ച മാർഗം വേറെ ഒന്നുമല്ല. മോട്ടിവേഷണൽ പ്രീച്ചിങ് ഒന്നും ആയിരുന്നില്ല, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നില്ല, വൈകാരികമായ അല്ലെങ്കിൽ എന്താ മസ്തിഷ്ക പ്രക്ഷാളനമൊന്നും ആയിരുന്നില്ല. സ്തോത്രം. എന്താ ചെയ്തത്? ഹിം we preach and proclaim. We preach him. We proclaim him. യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ വർണ്ണന. സ്തോത്രം. ക്രിസ്തു മാഹാത്മ്യത്തിന്റെ പ്രകീർത്തനങ്ങൾ നമ്മുടെ പാട്ടുകളും പ്രസംഗങ്ങളും എല്ലാം യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ, പ്രാഥമികമായി യേശുവിന്റെ ആളത്വത്തെ വർണ്ണിക്കുന്നതായിരിക്കണം. സ്തോത്രം. അത് മതി ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നടത്തുവാൻ. അതു മതി ഒരുവനെ സിദ്ധതയിലേക്ക് നടത്തുവാൻ. സ്തോത്രം. നമ്മുടെ പ്രസംഗകരെല്ലാം, പ്രത്യേകിച്ച് വലിയ വലിയ പ്രസംഗകരെല്ലാം ഈ സത്യം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളൊക്കെ ഈ കൂട്ടത്തിലുമുള്ള ദേവദാസന്മാരും ഞാനും ഒക്കെ കൊച്ചു കൊച്ചു പാർട്ടികളാണ്.
കൊച്ചു കൊച്ചു കൂടിവരവുകളോട് പ്രാദേശിക തലത്തിലൊക്കെ സംസാരിക്കുന്നവരാണ്. അന്തർദേശീയ അന്താരാഷ്ട്രീയ തലത്തിലൊക്കെ സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ഒത്തിരി ഫാൻ ബേസുകളുള്ള ദൈവദാസന്മാർ, പ്രസംഗകരൊക്കെ ഈ കാര്യം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ സഭകൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ടേനെ. ഭൗതിക തലത്തിലെ അനുഗ്രഹമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തു പരിജ്ഞാനമുള്ളവരായി അവർ തീർന്നേനെ. പൗലോസ് ഇത്ര വലിയ ആത്മീയ പ്രബുദ്ധതയിലേക്ക് എത്താൻ എന്താ കാരണം? സ്തോത്രം. നമുക്കറിയാവുന്ന വാക്യമാണ്. ഫിലിപ്പിയർ 3:8 വാക്യം. ആ, ഫിലിപ്പിയൻസ് 3:8. 12 ഉണ്ട്, ഞാൻ ക്രിസ്തുവിശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ 8 വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. കണ്ടോ? When we see Paul the Apostle on a high spiritual profile, a high spiritual profile, the reason is his personal excellent knowledge of his Lord Christ Jesus. തൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പൗലോസ് എന്ന അപ്പോസ്തോല ശ്രേഷ്ഠനെ മറ്റുള്ളവരിൽ നിന്നും ഉയർന്ന ആത്മീയ നിലവാരമുള്ളവനാക്കി നിലനിർത്തിയത്. ലോകത്തിൽ തനിക്കുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണത്തക്കതുപോലെ ആ ക്രിസ്തു പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പൗലോസിന് ലഭിച്ചു. നമുക്കും അതാണ് വേണ്ടത്. നാമും അതാണ് കൊടുക്കേണ്ടത് ജനത്തിന്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുക, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. അപ്പോൾ യേശുവിനെ അറിയിക്കുക, അതായത് യേശുവിനെ പ്രസംഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് പോയി എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല. ക്രിസ്തുവിനെ കുറിച്ച് മനുഷ്യർക്ക് ശരിയായ അറിവ് കൊടുക്കുക. അവൻ ആര്, അവന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത എന്ത്, അവൻ എന്ത് ചെയ്തു, അവന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യമെന്ത്. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ എബ്രായ ലേഖനകർത്താവ് ചെയ്യുക എവിടെ? അതിലാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടത്, യേശുക്രിസ്തുവിന്റെ ആളത്വത്തെയും യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയെയും കുറിച്ചുള്ള തെറ്റായ പല പഠിപ്പീരുകളും ഉപദേശ പിശകുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സാത്താൻ അതിന് പലരെയും കയ്യിലെടുത്തു. ഭയങ്കര വാക്ചാതുര്യമുള്ളവരെ ഇന്നും എടുത്തിട്ടുണ്ടല്ലോ. സുവിശേഷ പ്രസംഗകരെക്കാൾ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുന്ന ദുരുപദേശകന്മാർ ഇന്നും ഉള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അന്നും അങ്ങനെയായിരുന്നു. ഭയങ്കര ഫിലോസഫേഴ്സ്, ഭയങ്കര തത്വചിന്തകന്മാരെ പിശാച് ക്രിസ്തുവിനെതിരായി, എന്ന് വെച്ചാൽ വേറൊരു സുവിശേഷവും വേറൊരു യേശുവിനെയും പ്രസംഗിക്കാൻ നിയോഗിച്ചയച്ചു.
പലരും അങ്ങനെ സാത്താന്റെ കയ്യിലെ ചട്ടുകങ്ങളായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഉപദേശപരമായ വിഷയങ്ങളെക്കുറിച്ച്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ സമയം പോയതുകൊണ്ട് അങ്ങ് നിർത്തി നമ്മൾ പിരിയുകയായിരുന്നു. എന്തെങ്കിലും ആ വിഷയങ്ങളിൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ 1-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ പൗലോസ് തരുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ 2-ാം അധ്യായത്തിൽ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്താൽ എന്തൊക്കെ സാധ്യമായി എന്ന് നമ്മളൊരു 15 കൂട്ടം കാര്യങ്ങൾ ആദ്യ സമയങ്ങളിൽ തന്നെ എഴുതിയതും പഠിച്ചതും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ദ പർപ്പസ് ഓഫ് ജീസസ് ഹ്യൂമാനിറ്റി, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ 15 ഉദ്ദേശങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആ വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലൻ 2-ാം അധ്യായം 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെപ്പറ്റി പറയുന്നു. ആ മനുഷ്യത്വത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ കണ്ടു. ചില കാര്യങ്ങൾ ആവർത്തിച്ച് ഇന്നലെയും നമ്മൾ പഠിച്ചു. തുടരുകയാണ്. സ്തോത്രം. അപ്പോൾ ഓർക്കണേ, ഉപദേശപരമായ ശുദ്ധീകരണത്തിൻ്റെ വളരെ ആവശ്യമുണ്ട്. നമ്മുടെ സഭകളിൽ ഉപദേശ പഠിപ്പീര് അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാരെ നാം ദൈവത്തിൻ്റെ വചനം, ഉപദേശം പഠിപ്പിക്കണം. That they can defend the truth and refute the heresy. ദുരുപദേശങ്ങളെ ഖണ്ഡിക്കാനും പഥ്യോപദേശത്തെ സംരക്ഷിക്കാനും നമുക്കും നമ്മുടെ തലമുറകൾക്കും സാധ്യമാകണം. ഇനി അവർക്ക് നമ്മൾ വിശ്വസിക്കുന്നത് തെളിയിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും, മറ്റുള്ളവർ പറയുന്ന ദുരുപദേശത്തെ ഖണ്ഡിക്കാൻ അവരെ മിണ്ടാതാക്കാൻ സാധിച്ചില്ലെങ്കിലും, അവർ പറയുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാനെങ്കിലുമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകളെ നാം എത്തിക്കണം. അതിനുവേണ്ടി നാം ഉപദേശം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള വിശാലമായ പഠനത്തിന് നമ്മളിവിടെ മുതിരുന്നില്ല. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ഒരു പഠനം നമ്മൾ തൃത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ നടത്തിയിരുന്നു എന്ന് അന്നുണ്ടായിരുന്നവർക്കൊക്കെ ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. അതിൻ്റെ റെക്കോർഡിങ്സും നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടുകൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, എബ്രായ ലേഖനത്തിലെ എല്ലാ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ നോക്കും.
ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 2-ാമത്തെ അധ്യായം 9 മുതൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളാണ്. അവിടേക്ക് നാം വീണ്ടും പോകുന്നു. സ്തോത്രം. നമ്മൾ അവിടെ കണ്ടു, ഒന്നാമതായി കണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഥ്യോപദേശ സ്ഥിരീകരണങ്ങളാണ്. സ്തോത്രം. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യത്വത്തിൽ വന്നു എന്നുള്ളത്, യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ 9 തൊട്ട് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്നു, യേശു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി വന്നു. ഈ വാക്യങ്ങളിൽ നിന്ന്, ഈ 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയാമോ? The utmost proof for Jesus' humanity from this particular portion, Hebrews chapter 2, verses 9 through 18. Jesus' death. Of course. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമെന്നോ തെളിവെന്നോ നമുക്ക് പറയാൻ പറ്റുന്നതാണ് യേശുവിന്റെ മരണം. അത് ഈ വാക്യങ്ങളിൽ ആവർത്തിച്ച് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച 10-ാം വാക്യത്തിൽ തന്നെ 2 പ്രാവശ്യം മരണം ആസ്വദിച്ചെന്നും മരണം അനുഭവിച്ചുവെന്നും പറയുന്നു. ഇനിയും 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും അത് തന്നെ കാണുന്നുണ്ട്. തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം പല പ്രസംഗകരും ഉയർത്തെഴുന്നേൽപ്പിന് കൊടുക്കാറുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് അപ്രാധാന്യമല്ല, അപ്രധാനമായിട്ടുള്ളതല്ല. പക്ഷേ ക്രൂശ് മരണത്തെക്കാൾ അധികം പ്രാധാന്യം നാം ഉയർത്തെഴുന്നേൽപ്പിന് കൊടുക്കേണ്ടതില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കാൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത്ഭുതകരമാണ് യേശുവിന്റെ കന്യകാജനനം. ദൈവം മനുഷ്യനായി പിറക്കുക എന്നത് അത്ഭുതാവഹമാണ്. പക്ഷേ യേശുവിന്റെ കന്യകാജനനമോ പരസ്യ ശുശ്രൂഷകളോ അല്ല മാനവകുലത്തിന് രക്ഷ നേടിത്തന്നത്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ആ ക്രൂശീകരണത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, 1 കൊരിന്ത്യർ 1:23 പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നിങ്ങൾ ഒന്ന് കൂടെ വരാൻ വേണ്ടിയാ ഞാനിങ്ങനെ വാല വിട്ടു തരുന്നേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് പൗലോസിന്റെ ഏറ്റവും വലിയ തീമായിരുന്നു, പ്രസംഗ വിഷയമായിരുന്നു.
വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ പല സുവിശേഷ പ്രസംഗകർക്കു പോലും അത്ര സുഖകരമല്ലാത്ത ഒരു വിഷയമാണ് ക്രൂശ്. ഈ ക്രൂശിനെ കുറിച്ചൊക്കെ പറയുമ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ജനത്തെ വികാരഭരിതരാക്കുകയാണ്. അല്ലെ? ഒന്നോർത്ത് നോക്കിക്കേ, നമ്മൾ കേട്ടിട്ടുള്ള ക്രൂശിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് ഒന്നോർത്ത് നോക്കിക്കേ. ചിലപ്പോൾ നമ്മൾ തന്നെ നടത്തിയിട്ടുള്ള ക്രൂശിന്റെ പ്രസംഗങ്ങൾ. Generally, we emotionalize people when we preach about the cross. സ്തോത്രം. കാൽവറി ക്രൂശ് യേശുവിനോട് സഹതാപമുണ്ടാക്കാനുള്ള ഒന്നല്ല, പകരം യേശുവിനോട് ആരാധന ഉളവാക്കാനുള്ള സംഗതിയാണ്. സ്തോത്രം. പക്ഷേ ഞാൻ ഉൾപ്പെടെ പ്രസംഗകർ, പാസ്റ്റേഴ്സ് ചെയ്യുന്നത്, അയ്യോ പാവം, ആ കിടക്കുന്ന കിടപ്പ് കണ്ടോ, കണ്ടാൽ ആരുടെ ചങ്ക തകരാത്തത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനോട് നമുക്കൊരു അയ്യോ ഭാവം തോന്നിപ്പിക്കുക. വേണ്ട, യേശുവിനോട്, ക്രൂശിക്കപ്പെട്ട യേശുവിനോട് നമുക്ക് ഒരു സഹതാപം വേണ്ട. പിന്നെ എന്തു മതി? അത്ഭുതവും ആരാധനയും തോന്നിയാൽ മതി അവനോട്. അതാണ് നാം ക്രൂശിന്റെ പ്രസംഗത്തിലൂടെ, ക്രൂശിക്കപ്പെട്ടവന്റെ പ്രസംഗത്തിലൂടെ നടത്തേണ്ടത്. സ്തോത്രം. വിശ്വാസികളുടെയും പുറത്ത് പ്രസംഗിക്കുമ്പോൾ അവിശ്വാസികളുടെയും മനസ്സിനെ വികാരഭരിതമാക്കി യേശുവിനോടൊരു കഷ്ടം, പാവം എന്ന തോന്നലുണ്ടാക്കിച്ചിട്ട് ആ യേശുവിൽ ഇത്രയും കഷ്ടപ്പെട്ട ഒരുത്തനല്ലേ, അങ്ങ് വിശ്വസിച്ചേക്കാം എന്നും പറഞ്ഞ് പുറംപൂച്ചുകൊണ്ട് വിശ്വസിപ്പിക്കുന്ന, കൈപൊക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. സ്തോത്രം. The cross was not the weakness of Christ. Even if we admit for a while that the cross was his weakness, then we were his weakness. കാൽവറി ക്രൂശ് മരണമൊന്നും യേശുവിന്റെ ബലഹീനതയല്ല കാണിക്കുന്നത്. യേശുവിനോടുള്ള അയ്യോ ഭാവമല്ല വെളിപ്പെടുത്തുന്നത്. ഇനി അഥവാ യേശു ക്രൂശിൽ ബലഹീനൻ ആയി എന്ന് തോന്നിയാൽ പോലും, എന്നൊരു നിമിഷത്തേക്ക് അങ്ങ് വെച്ചോ, യേശുവിന്റെ ബലഹീനതയായിരുന്നു ക്രൂശിൽ വെളിപ്പെട്ടതെന്ന്. അല്ല, ഇനി അങ്ങനെ അങ്ങ് വെച്ചോ. എന്നാൽ പോലും പറയും, ആ ബലഹീനത പോലും എന്തായിരുന്നു? അല്ലെങ്കിൽ ആരായിരുന്നു? നമ്മൾ ഓരോരുത്തരുമായിരുന്നു. യേശുവിന്റെ ബലഹീനത എന്ന് പറയുന്നത് നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് അങ്ങനെ ആയിത്തീർന്നത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെയും ക്രിസ്തുവിന്റെ രക്ഷണ്യ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെയും കുറിച്ചുള്ള ശരിയായ ഒരു ഉപദേശ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അതാണ് നാം ജനത്തിനും പകരേണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം. പാസ്റ്ററെ, കർത്തൃമേശയ്ക്ക്
പുള്ളിക്കാരൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഇത് നമ്മുടെ അപ്പൻ്റെ ശവടക്കാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ ശവടക്കിന് മുമ്പിൽ നിങ്ങൾ ചിരിക്കുമോ കരയുമോ? അപ്പോൾ അതുകൊണ്ട് എന്നെല്ലാം നിങ്ങൾ കർത്തൃമേശ മുമ്പിൽ വരുന്നുവോ അപ്പോൾ നിങ്ങൾ കരയണം എന്നാണ് അദ്ദേഹം അവിടെ പഠിപ്പിച്ചത്. ശരിയാണോ തെറ്റാണ്? കരയാം. നമ്മുടെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെ കരയിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ആ രണ്ട് ഘടകങ്ങളിലും നമ്മളിപ്പോൾ പറഞ്ഞ അയ്യോഭാവമില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയല്ലോ എന്ന ദുഃഖഭാവമില്ല. ദുഃഖത്തിലല്ല കരയുന്നത്. കരയാം, വിതുമ്പാം, ഹൃദയം തകരാം. പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മെ കരയിപ്പിക്കണം. ഒന്ന്, നമ്മുടെ പാപത്തിന്റെ ഭീകരതയുടെ ദർശനം. ഓ, ഹൗ I was a sinner. How deeper was the destruction upon me. എൻ്റെ മേൽ ഉണ്ടായിരുന്ന ആ പാപത്തിൻ്റെ നാശം എത്ര ഭയാനകമായിരുന്നു. ഞാൻ എത്ര കൊടും പാപിയായിരുന്നു എന്ന ബോധ്യം നമ്മെ കരയിപ്പിക്കണം. അത് അനുതാപത്തിന്റെ കരച്ചിലാണ്, അയ്യോഭാവത്തിന്റെ അല്ല, അനുതാപത്തിന്റെ. എന്ന് വെച്ചാൽ, ഞാൻ തിരുവത്താഴ സമയങ്ങളിൽ പറയാറുണ്ട്, ക്രൂശിനെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തും ഞാൻ പറയാറുണ്ട്, സഭകൾക്കകത്തും ഞാൻ പറയാറുണ്ട് ഈ ഒരു കാര്യം. അതായത്, ഹൗ wretched sinner I was. What a treacherous, sinful man was I. Or how dangerous was my sin. What impact my sin had, even on God. ഞാൻ എത്ര ഭീകര പാപിയായിരുന്നു. എൻ്റെ പാപത്തിൻ്റെ ദൈവത്തിൻ്റെ മേൽ പോലും ചുമത്തപ്പെട്ട സ്വാധീനം എത്ര വലുതായിരുന്നെന്ന് ഞാൻ കാണണം. എൻ്റെ പാപം ദൈവപുത്രനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരത്തക്കതുപോലെ ഭീകരമായിരുന്നു. ആ ഒരു കാഴ്ച നാം കണ്ടാൽ ഹൃദയം തകരും. പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാലും ഞാനൊരു പാപിയായിരുന്നു, എൻ്റെ പാപം ഇത്ര ഭീകരമായിരുന്നു എന്ന ആ ഒരു ഓർമ്മ നമ്മെ കരയിപ്പിക്കണം. ഉദാഹരണമല്ല, തെളിവിന്, ലൂക്കോസ് 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ശീമോൻ എന്ന പരീശന്റെ വീട്ടിൽ ഊണിന് പോയതുണ്ട്. വിളിച്ചിട്ട് പോയതാ. അവിടെ വന്ന പാപിനിയായ ഒരു സ്ത്രീ, പേരും ഒന്നും പറഞ്ഞിട്ടില്ല, അവൾ വളരെ മോശപ്പെട്ട സ്ത്രീ ആയിരുന്നുവെന്ന് ശീമോന്റെ മനോഗതത്തിൽ നിന്നും മനസ്സിലാക്കാം. അവൾ കരഞ്ഞു. അവൾ എന്തിനാ കരഞ്ഞേ? എന്താ അവളെ കരയിപ്പിച്ചത്? പാപബോധ. പത്രോസ് കരഞ്ഞു. എന്താണ് പത്രോസിനെ കരയിപ്പിച്ചത്? പാപബോധ. അപ്പോൾ തിരുവത്താഴത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒക്കെ നമുക്ക് കരയണം. പക്ഷെ അത് പാപബോധത്താൽ, നമ്മുടെ സ്വന്തം പാപത്തിന്റെ ഭീകരത കണ്ടുകൊണ്ടാകണം.
അതിൻ്റെ അടുത്ത എക്സ്ട്രീം, നമ്മെ കരയിപ്പിക്കേണ്ട രണ്ടാമത്തെ ഘടകം ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടാകണം. അയ്യോ, ഇത്രയും താണ, ഇത്രയും അധമതയിൽ, അഗാധതയിൽ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന എന്നെ അവിടെ നിന്നും വലിച്ചെടുത്ത് തന്നോടുകൂടെ സ്വർഗത്തിൽ പോരാ, തന്നോട് അനുരൂപനായിരുത്തുവാൻ ഇങ്ങനെ എൻ്റെ മേൽ കനിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര ശ്രേഷ്ഠം! ഇതായിരിക്കണം നമ്മെ കരയിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് അപ്പം തന്നിട്ടല്ല, കുഷ്ഠരോഗം മാറ്റിയിട്ടല്ല, വെള്ളത്തിൻ്റെ മേൽ നടന്നുകൊണ്ടല്ല, സ്തോത്രം, പിന്നെ കാൽവറി ക്രൂശിലാണ്. ആ ദർശനമുണ്ടാകുമ്പോൾ ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി നമ്മൾ കരയും, നമ്മൾ കരയണം. സ്തോത്രം. കരയണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് കരഞ്ഞാലും കണ്ണീര് വരത്തില്ല. അപ്പൊ കണ്ണീര് വരിക എന്നുള്ളതല്ല ഇവിടെ കരയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ കരച്ചിൽ വരാതെയും ചിലർക്കൊക്കെ കണ്ണുനീര് വരും. ചുമ്മാ നിന്ന് കരയുന്നവരെ നമുക്കറിയാം. അത് വേണ്ട. സ്തോത്രം. പകരം തകർന്ന ഹൃദയം എന്നതാണ് കരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയം തകരാതെയും വളരെ വൈകാരികതയൊക്കെ പ്രകടിപ്പിച്ച് കരയാൻ നമുക്ക് പറ്റും. പലർക്കും അതിന് പ്രത്യേകാൽ കഴിവുകളുമുണ്ട്. ശബ്ദമൊക്കെ അങ്ങനെയാക്കും, മൂക്കൊക്കെ ഇങ്ങനെ കരഞ്ഞ് മൂക്കൊക്കെ നനഞ്ഞിരിക്കുന്നത് പോലെ വലിച്ചു കയറ്റും. ചിലര് മുളക് കഴിച്ച് എരിവ് വരുന്നത് പോലെ ഇങ്ങനെ വെക്കും. ഇങ്ങനെയൊക്കെ പല രീതികളിൽ പ്രകടിപ്പിക്കാറുണ്ട്. പ്രകടനങ്ങളല്ല വേണ്ടത്, തകർന്ന ഹൃദയമാണ്. അപ്പോഴാണ് പൗലോസിനെ പോലെ നമ്മൾ പറയുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാകുന്നു. എന്നിട്ട് പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ. ആ രക്ഷിപ്പാൻ യേശു ഏത് പാപികളെ രക്ഷിപ്പാൻ വന്നോ ആ പാപികളിൽ ഒന്നാമൻ ഞാൻ. അപ്പോൾ നമ്മുടെ ഹൃദയം തകരും. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയും. പാപബോധത്താലും ലജ്ജയാലും നമ്മൾ കരയും. ദൈവത്തിന്റെ സ്നേഹാതിരേകത്താലും നാം നന്ദിയുള്ളവരായും ദൈവസന്നിധിയിൽ കരയും. എന്നിട്ട് ഇത് സംഭവിച്ചാൽ കർത്താവിനോട് നമുക്ക് സഹതാപമല്ല, അയ്യോ എൻ്റെ അപ്പൻ മരിച്ചുപോയല്ലോ, നേരത്തെ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ ടാക്സിയുമായിട്ട് വരുന്ന അപ്പച്ചനായിരുന്നു, ഇനിയിപ്പോൾ എന്നെ ആരുണ്ട് വിളിക്കാൻ വരാൻ എന്നുള്ള സഹതാപ തരംഗത്തിലല്ല കരയേണ്ടത്. സ്തോത്രം. പകരം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാൽ അതാകുമ്പോൾ നമുക്ക് കർത്താവിനോട് സഹതാപമല്ല തോന്നുക, നന്ദി തോന്നും, സ്നേഹം തോന്നും, ആരാധന തോന്നും, അഭിമാനം തോന്നും ഈ കർത്താവിനെ പറ്റി പറയാനും പ്രസംഗിക്കാനും. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മറ്റേ ആ ഭാഗം, അപ്പൻ ചത്തുകിടക്കുന്ന
എന്ന ആ ഒരു പ്രതീതി നമുക്ക് വേണ്ട. ഈ രീതിയിൽ നമുക്ക് കരയുകയും നമ്മെ തന്നെ കൂടുതൽ ഈ കർത്താവിനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യാം. സ്തോത്രം. അത് വ്യക്തമായോ? പ്രൈസ് ഗോഡ്. സ്തോത്രം. മറ്റെന്തെങ്കിലും ഇതുവരെയുള്ളതിൽ? ഒന്നുമില്ല. അങ്ങനെയായാൽ യേശുക്രിസ്തുവിന്റെ മരണം നമ്മൾ അതിനെ ഓർക്കണം. ആ മരണത്തെ പ്രസ്താവിക്കാനും യേശുക്രിസ്തുവിനെ ഓർക്കാനും വേണ്ടിയാണ് തിരുമേശ ദൈവസഭയിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ചത്. ആ തിരുമേശയുടെ ശുശ്രൂഷയിൽ ജനത്തെ നമ്മൾ കർത്താവിങ്കിലേക്കൊന്ന് കൊണ്ടുവരണം. സ്തോത്രം. ആ ദൈവസ്നേഹത്തെയും ക്രിസ്തുവിന്റെ ത്യാഗത്തെയും ഒക്കെ നാം ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അവർക്കത് മനസ്സിലാകണം. അതിന് മുമ്പിൽ ജനം സമർപ്പിക്കണം. സ്തോത്രം. വെറും ഒരു ആചാരമായിട്ട് അതിനെ മാറ്റരുത്. അപ്പോൾ ആ ക്രൂശ് മരണത്തെ നാം നന്നായിട്ട് തന്നെ ഓർക്കുക. ആ മരണത്തിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കുക. അത് കൂടുതൽ നമുക്ക് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ അത് തുടങ്ങിയാൽ തീരില്ല എന്നതുകൊണ്ട് അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുന്നു. ഒരു കാര്യവും കൂടെ ഇതുവരെയുള്ള 12-13 വാക്യങ്ങളിൽ നിന്നും പറഞ്ഞു നിർത്താം. അവിടെ നമ്മൾ കണ്ടു, സഭാമധ്യേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. സഭാമധ്യേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഈ വിഷയങ്ങൾ പഠിച്ച ആദ്യത്തെ ദിവസം തന്നെ പറയുകയും ഒരു ചോദ്യത്തിന് ഉത്തരമായി വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. സ്തോത്രം. സഭാമധ്യേ. ആ സഭാമധ്യേ എന്നുള്ളതിന് നമ്മൾ 2 അല്ലെങ്കിൽ 3 അർത്ഥങ്ങൾ കണ്ടിരുന്നു. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ അക്ഷരീയ സഹോദരന്മാരുടെ മധ്യേ, അത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടതാ. ഞാൻ രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായി നിങ്ങളുടെ പള്ളികളിലും ആരാധനാലയങ്ങളിലുമൊക്കെ തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അക്ഷരീയമായിട്ട് അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യഹൂദന്മാർക്കിടയിൽ കർത്താവ് പിതാവായ ദൈവത്തെപ്പറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, അത് യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം ക്രിസ്തുവിൻ്റെ ആത്മാവ് 3 ദിവസം പോയി വിശ്രമിച്ച ആ അബ്രഹാം പിതാവിന്റെ മടി എന്ന് പറയുന്ന പറുദീസയിൽ ഉള്ള ആത്മാക്കളോടാണ് എന്ന്. സഹോദരന്മാരുടെ മധ്യേ, സഭാമധ്യേ. മൂന്നാമത്തെ അർത്ഥം നമ്മൾ കണ്ടത്, നമ്മളോട്, പുതിയ നിയമ സഭയോട് കർത്താവിൻ്റെ ഇടപെടലിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയാതെ പോയ ഒരു കാര്യവും കൂടെയുണ്ട്. അതാണ് അങ്ങ് നിത്യതയിൽ നമ്മൾ എത്തുമ്പോഴും, സ്തോത്രം, നമ്മളങ്ങ് നിത്യതയിൽ എത്തുമ്പോൾ, മരിച്ച് ഇപ്പോൾ പോകുന്ന ആത്മാക്കളെ കുറിച്ച് മാത്രമല്ല, അതുകൊണ്ട്, പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ അങ്ങ് നിത്യതയിൽ എത്തുമ്പോൾ, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു,
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമും രൂപാന്തരപ്പെടുകയും ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോടൊത്ത് ആകാശത്തിൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് യോഹന്നാൻ 14:2-3 വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. പിതാവിന്റെ ഭവനത്തിലേക്ക് ചെന്ന് നേരിട്ട് നമ്മുടെ കൈയും പിടിച്ചുകൊണ്ട് കർത്താവ് പണിതിരിക്കുന്ന പുതിയ വീട്ടിലോട്ട് അങ്ങ് കയറി പോവാണോ? അല്ല. സ്തോത്രം. അവിടെ ഒരു പരിചയപ്പെടുത്തലുണ്ട്. നമ്മൾ നിത്യതയിൽ എത്തുമ്പോൾ അവിടെ ഒരു പരിചയപ്പെടുത്തലുണ്ട്. സ്തോത്രം. നമ്മുടെ ഇടയിലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്രയൊന്നും അധികം കാണാറില്ല. ഇപ്പൊ അങ്ങോട്ട് എന്നെല്ലാവരും കാണുകയാണല്ലോ. നേരത്തെ പണ്ടൊക്കെ അങ്ങനല്ല. ഇന്നത്തെ പോലത്തെ റിസപ്ഷൻ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിയും, പന്തിയായിട്ടിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഇന്നത്തെ പോലെ വട്ടമേശ സമ്മേളനമൊന്നുമല്ല, നീളത്തിൽ പന്തിക്കിരിക്കും. അപ്പോൾ എല്ലാവരും പന്തിക്കിരിക്കുന്ന സമയത്ത് ചെറുക്കനും പെണ്ണും കൂടെ കൈപിടിച്ച് ഒരുമിച്ച് ഈ ഉണ്ടോണ്ടിരിക്കുന്നവരുടെ ഇടയിൽ പന്തിയിലേക്ക് ഇറങ്ങും. ഇറങ്ങിയിട്ട് ആരൊക്കെയാ ഇരിക്കുന്നതെന്ന് നോക്കി ചെറുക്കൻ ചെറുക്കൻ്റെ ആൾക്കാരെ, പെണ്ണ് പെണ്ണിൻ്റെ ആൾക്കാരെയും, മണവാട്ടി മണവാളനും മണവാളൻ മണവാട്ടിക്കും ഇവരെ പരിചയപ്പെടുത്തും. കല്യാണം കഴിഞ്ഞിനി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും അപ്പനും അമ്മയും സഹോദരങ്ങളും അമ്മച്ചന്മാരും മാവിമാരും ഒക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇതേപോലെ തന്നെ ഒരു പരിചയപ്പെടുത്തലുണ്ട്. ഇതേ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചോളൂ. നമ്മളങ്ങ് നിത്യതയിലെത്തി. അവിടെ പിതാവും പരിശുദ്ധാത്മാവും സ്വർഗദൂതന്മാരും ഒക്കെ ഉണ്ട്. ദൂതന്മാരോട് നിൽക്കട്ടെ, അവരൊക്കെ സേവകാത്മാക്കളല്ലേ. പക്ഷേ മറ്റൊരു പരിചയപ്പെടുത്തൽ അവിടെയുണ്ട്. പിതാവിനെ നമുക്ക് കർത്താവ് പരിചയപ്പെടുത്തി തരുന്ന ഒരു പരിചയപ്പെടുത്തൽ. സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയാത്തവനുമായ പിതാവായ ദൈവത്തെ നമുക്ക് നമ്മുടെ ഭാവനയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ മഹിമാസമ്പൂർണനായ തൻ്റെ സൃഷ്ടിയായ ഈ അഖിലാണ്ടത്തിൽ അടങ്ങാത്തവനായ ഈ പ്രപഞ്ചത്തിന് അതീതനായ സ്തോത്രം പിതാവിനെ നമ്മുടെ കർത്താവായ യേശു നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു പരിചയപ്പെടുത്തലുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ വടക്കേന്ത്യയിലെ രീതിക്ക് അനുസരിച്ച് ചെറുക്കൻ ഇതെന്റെ പപ്പായ ഇതെന്റെ മമ്മിയാണെന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പുതിയ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അപ്പൻ്റെ കാല് തൊട്ട് വണങ്ങുന്ന ഒരു രീതി, അമ്മയുടെ കാല് തൊട്ട് വണങ്ങുന്ന, മുതിർന്നവരുടെ ഇതിൻ്റെ ഇന്നയാളെന്ന് പറയുമ്പോൾ ചിലപ്പം ഒത്തിരി പേര് നിൽക്കുകയാണെങ്കിൽ എല്ലാവരുടെയൊന്നും കാലെ തൊടാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കുനിഞ്ഞെങ്കിലും മുട്ടിൻ്റെ അവിടെങ്കിലും ഒന്ന് തൊടും. ഞങ്ങൾ മിക്കവാറും ഇതൊക്കെ കാണുന്നതാണ് ഇവിടെ. സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മളെ ആകാശമേഘങ്ങളിൽ നിന്ന് കൂട്ടി പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് സ്വർഗസ്ഥ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, സ്തോത്രം, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നമുക്കറിയാം, അറിയാനാന്ന് സാധിക്കും. എന്നാലും പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാം മറന്ന് പിതാവിൻ്റെ മുമ്പാകെ കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു മഹനീയമായ അനുഭവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് സഭാമധ്യേ എന്നുള്ളതിൻ്റെ 4-ാമത്തെ അർത്ഥം.
പറഞ്ഞു നിർത്തിക്കോട്ടെ. സഭ എന്നുള്ളതിന് എക്ലീസിയ എന്ന ഗ്രീക്ക് പദമാണെന്ന് നമുക്കറിയാം. അതിന്റെ അർത്ഥവും നമുക്കറിയാം. സ്തോത്രം. ഔട്ട് ഓഫ്, കോൾഡ് ഔട്ട് ഓഫ് എന്നാണ് അർത്ഥം. വിളിക്കപ്പെട്ടവർ. ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയ പദമാണത്. എ പൊളിറ്റിക്കൽ ടേം. ചീഫ് സിറ്റിസൺസ് വെയർ കോൾഡ് ഫോർ എ സ്പെഷ്യൽ council meeting by the king or Caesar. രാജാവിനാലോ ഗവർണറാലോ ദേശപ്രമുഖരെ, പൗരപ്രമുഖരെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുവാൻ വേണ്ടി വിളിച്ച് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് എക്ലേസിയ. അങ്ങനെയെങ്കിൽ ഈ സഭ എന്ന് പറഞ്ഞിരിക്കുന്ന എക്ലീസിയ ആ സെക്യുലർ വേൾഡിൽ നിന്ന്, രാഷ്ട്രീയ ലോകത്തിൽ നിന്ന് കടം കൊണ്ടയ പ്രയോഗം, അതിൻ്റെ പേര് അസംബ്ലി. ഒരു കൂട്ടം. എങ്ങനെയുള്ള കൂട്ടം? വിശേഷമായ ഉദ്ദേശത്തിനു വേണ്ടി അധികാരിയായ ഒരാളിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അങ്ങനെയെങ്കിൽ ഈ സഭ എന്ന് പറയുന്നത് നാം അതിൽ ഉൾപ്പെടുന്നവരായതുകൊണ്ട് നാം ആരാണെന്ന് മനസ്സിലാക്കുക. പരമാധികാരിയായ ദൈവത്താൽ, സ്തോത്രം, ദൈവികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ദൈവത്താൽ, ദൈവത്തിനു വേണ്ടിയും ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സംഘം. Ecclesia therefore is the church, the congregation. അവിടെ ചർച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, കോൺഗ്രിഗേഷൻ. ആ കോൺഗ്രിഗേഷൻ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, സ്തോത്രം, എന്താണ്? ആ അർത്ഥത്തിൽ നമ്മൾ ആരാണ്? And therefore we are God's elect people, separated, called out from the world by God and for God and for his purposes. By God and for his purposes, we are chosen and called out by God himself. ഇതാണ് സഭയുടെ അർത്ഥം. ദൈവം തന്നെ നമ്മെ ദൈവത്തിനായിട്ടും ദൈവിക ഉദ്ദേശങ്ങൾക്കായിട്ടും വിളിച്ച് വേർതിരിച്ച് ആക്കി വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹനീയ സംഘമാണ് നാം. സ്തോത്രം. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്തിനായി വിളിക്കപ്പെട്ടവർ, ദൈവിക ഉദ്ദേശങ്ങൾക്കായി വിളിക്കപ്പെട്ടവർ. അതെ, നമ്മോട് പിതാവിനെ പരിചയപ്പെടുത്തുന്ന, പിതാവിനെ നമ്മുടെ മധ്യത്തിൽ കീർത്തിക്കുന്ന ആ ഭാവി സംഭവത്തെ ഒന്ന് ഓർത്ത് നമ്മെ തന്നെ ക്രൂശിന്റെ ചുവട്ടിൽ അടിയറ വെച്ച് ശിഷ്ടകാലം ഈ പ്രത്യാശയോടെ ജീവിപ്പാൻ, ദൈവത്തോട് നന്ദിയും ആരാധനയുമുള്ളവരായിരിക്കാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.